അങ്ങനെ ഒരു വാർത്ത ശരിയാണോ? ഞാൻ കരുതുന്നത് ആ വാർത്ത ശരിയല്ലെന്നാണ്. കാരണം അങ്ങനെ ഒരു കേസെടുക്കാൻ ശുപാർശ ചെയ്യാൻ പറ്റില്ല. ഒന്ന്, ആദ്യ കേസ് അന്വേഷിച്ചാണ്. അപ്പോൾ ഈ കേസ് ഒരു കാരണവശാലും ഈ കേസ് നിലനിൽക്കുന്നതല്ല എന്ന് കണ്ട് വിജിലൻസ് തന്നെ ഉപേക്ഷിച്ചാണ്. ആഭ്യന്തര വകുപ്പ് എല്ലാം കണ്ട് ഉപേക്ഷിച്ചാണ്. രണ്ടാമത് വീണ്ടും ഒരു പരാതി വാങ്ങിച്ചിട്ട് വീണ്ടും ഒരു അന്വേഷണം നടത്തി. അങ്ങനെയല്ല ഇപ്പോഴത്തെ ഒരു രീതി. 4-5 കൊല്ലമായി അന്വേഷണം നടക്കുന്നു. ഈ അന്വേഷണം ഏത് രീതിയിൽ അന്വേഷിച്ചാലും ഒരു കാരണവശാലും നിയമപരമായി അത് നിലനിൽക്കുന്നതല്ല. കാരണം 100% പെർഫെക്ഷനോടുകൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഇനി വന്നാലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ നേരത്തെ തന്നെ അതിനെ നിയമസഭയ്ക്കകത്തും പുറത്തും സ്വാഗതം ചെയ്തിട്ടുണ്ട്. 7 വർഷം മുമ്പ് 2018 ശേഷമാണ് ഇങ്ങനൊരു ആക്ഷേപം വന്നത്. അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ഏത് തരത്തിലുള്ള അന്വേഷണം നേരിടാമെന്ന് പറഞ്ഞു. ഈ അന്വേഷണമായിട്ടൊക്കെ ഞാൻ പൂർണ്ണമായി സഹകരിച്ചിട്ടുണ്ട്. എല്ലാവിധ തെളിവുകളും ഹാജരാക്കിയിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ഹാജരാക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അറിയാവുന്നത് ഒരു കാരണവശാലും ഇത് നിയമപരമായി നിലനിൽക്കുന്നതല്ല. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ പ്രഖ്യാപിക്കാൻ പോവാണ് മാർച്ച് ഫസ്റ്റ് വീക്കിൽ. അപ്പോൾ ജനുവരിയിൽ എനിക്കെതിരെ ഒരു കേസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ എനിക്ക് യാതൊരു വിരോധമില്ല. ഞാനതിനെ രാഷ്ട്രീയമായി നേരിടും. അല്ലാതെ കേസാണെങ്കിൽ നിയമപരമായി അതിനെ നേരിടും. ഒരു ബുദ്ധിമുട്ടും ആ കാര്യത്തിലില്ല. പിന്നെ പണ്ട് ഉമ്മൻചാണ്ടി സാറിനെതിരായിട്ടും രമേശ് ചെന്നിത്തലയ്ക്കെതിരായിട്ടും ഒക്കെ ഇതുപോലത്തെ CBI കേസ് കൊണ്ടുവന്നതാണ്. CBI ശുപാർശ അതുപോലെ കൊണ്ടുവരാൻ വരുവാണെങ്കിൽ ഞാൻ അതിനെ അങ്ങനെ നേരിടും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.